ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് ബേബി സീസൺ 2-ൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ബേബിയും ചാർലിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയിട്ട് അവർ കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുന്നതും കാണിച്ചായിരുന്നു എപ്പിസോഡ് എൻഡായത്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് അന്ന് നൈറ്റ് തന്നെ അലനും ജെഫും നോർത്തും സോണിക്കും ഡീനും എല്ലാം കൂടെ ആയിട്ട് ഒരു ക്ലബ്ബിൽ വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്ത് ആഘോഷിക്കുന്നതാണ്. കാരണം അന്ന് നടന്ന റേസിൽ നമ്മുടെ ചാർലിയും ബേബിയും ഫസ്റ്റും സെക്കൻഡും സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു. വില്ലിയാണെങ്കിൽ 1ാമത് കടന്നവൻ 3ാമത് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സന്തോഷത്തിൽ ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നോർത്തും ഭയങ്കര അടിപൊളിയായിട്ടാണ് റേസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും പുകഴ്ത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ അലൻ പറയുന്നുണ്ട്, ഇതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ട് പോകും. ബേബിയും ചാർലിയും തമ്മിലുള്ള പ്രശ്നം തീർന്നപ്പോൾ കണ്ടില്ലേ അവർ 1ാമത്തെ 2ാമത്തെ സ്ഥാനത്ത് വന്നത്, അടിപൊളിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചെഫ് ശരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ അഫ്കോഴ്സ് തീർന്നു കാണും. ഇല്ലെങ്കിൽ അവരിപ്പോൾ നമ്മളോട് ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുമല്ലോ, ഇവിടെ ഇല്ലെങ്കിൽ അവരൊരുമിച്ച് എന്തായിരിക്കും ചെയ്യാമെന്ന് നമുക്കറിയായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ വീണ്ടും ഡ്രിങ്ക് ചെയ്യാണ്. അതേ ടൈമിൽ തന്നെ നോർത്തും സോണിക്കും പരസ്പരം നോക്കുമ്പോൾ എന്തോ അവർക്കിടയിൽ പ്രശ്നമുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം ബേബിനെ ചാർലിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ റേസിങ്ങിൻ്റെ സ്ഥലത്താണെന്ന് തോന്നുന്നു, എവിടെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കാണ്. ആ സമയം ബേബി പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും ഒന്നിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. എന്നാൽ ചാർലി ആണെങ്കിൽ നമ്മളിപ്പോഴും ഒന്നിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് ടൈം വേണമെന്ന് പറയുമ്പോൾ ബേബി നിനക്ക് എന്ത് പറ്റി, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ചാർലി അപ്പോൾ അത് പിന്നെ ഞാൻ നിനക്ക് ശരിക്കും മാച്ച് ആവുന്ന ഒരാളാണോ എന്ന് എനിക്ക് ആലോചിക്കാൻ ടൈം വേണം, അല്ലാണ്ട് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ബേബി ആണെങ്കിൽ നീ എന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്, എത്ര സമയം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതാ, നീയാണ് എന്നെ ഒരു നല്ല ആളാക്കി എടുത്തത് പോലും, എന്നിട്ടിപ്പോൾ പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിൻ്റെ പ്രശ്നം എന്താ, നിനക്കെങ്ങാനും ഞാൻ നിനക്ക് പറ്റിയ ആളല്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ചാർലി അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ നമ്മൾ തമ്മിൽ വീണ്ടും വഴക്കിടോ എന്നെനിക്ക് പേടിയുണ്ട്. അതുപോലെ തന്നെ വില്ലിയുടെ കാര്യത്തിലും എനിക്കാണെങ്കിൽ ചെറിയൊരു നമ്മൾ തമ്മിൽ സ്പേസ് ഉണ്ടോ എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ബേബിയാണെങ്കിൽ എങ്കിൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വില്ലിയാണെങ്കിൽ ടോണീനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അവർ മീറ്റ് ചെയ്തപ്പോൾ സംസാരിക്കുന്നത് നമ്മളെ കാണിച്ചാണ്, അതായത് ചാർലിനെ നീ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യം. എന്നാൽ ഇപ്പോൾ വില്ലിയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ചാർലിയുടെ മുന്നേ വരെ തോറ്റുപോയി 3ാം സ്ഥാനത്തെത്തി ചാർലിനെ അവൻ തിരിച്ചു കൊണ്ടുവന്നതും ഇല്ല എന്നറിയുമ്പോഴത്തേക്കും ടോണിയാണെങ്കിൽ നിന്നെ ഞാൻ എന്തിനാണ് ജീവനോടെ വെച്ചേക്കുന്നത്, പറഞ്ഞ കാര്യം ചെയ്യാൻ പോലും നിന്നെക്കൊണ്ട് പറ്റത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വില്ലി പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കറക്റ്റ് ഒരു സിറ്റുവേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവനെ കൊണ്ടുവരാത്തത്. അതേപോലെ തന്നെ എനിക്ക് പവർ ഉണ്ടെന്നുള്ള കാര്യത്തിലും അവർക്ക് സംശയമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടോണിയാണെങ്കിൽ നിനക്ക് പവർ ഉണ്ടെന്നുള്ള കാര്യം അവരറിയേയില്ലേ, അതൊന്നും എൻ്റെ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്നെ പേടിയുണ്ടെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് നിനക്ക് ചാർലീനെയൊക്കെയാണ് പേടിയെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനാണെങ്കിൽ വളർത്തിയ പിള്ളേരെ പോലും ഞാൻ കൊന്നിട്ടുണ്ട്, അപ്പോൾ പിന്നെ മരിക്കാൻ കിടന്ന നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് സ്റ്റിക്കിട്ട് വില്ലീനെ അടിക്കുവാണ്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വില്ലിയാണെങ്കിൽ ഇപ്പോൾ ആരോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു മാച്ച് പോലെയായിരുന്നു, അത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ നിന്ന് നല്ലതുപോലെ ഇടി വാങ്ങിച്ചിട്ട് വില്ലിയാണെങ്കിൽ തോക്കുന്നുമുണ്ട്, മരിക്കാറായ അവസ്ഥയിൽ താഴെ വീണ് കിടക്കുന്നുമുണ്ട്. എന്നാൽ അതേ ടൈമിന് ആ ഒരു ഫൈറ്റ് കാണാനായിട്ട് അവിടെ ടോണിയും അയാളുടെ ഒരു അസിസ്റ്റൻ്റ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വില്ലിയാണെങ്കിൽ അവിടെ കിടക്കുന്ന ടൈമിന് ടോണി വന്നിട്ട് അവനെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും വില്ലിയാണെങ്കിൽ ടോണിയുടെ ആ ഒരു ലാബിലായിരുന്നു. വില്ലിക്കാണെങ്കിൽ കണ്ണു തുറക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതേ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാ എന്നെ പിടിച്ച് വെച്ചിരിക്കുന്നത് വിടാനായിട്ട്. അതേസമയം തന്നെ അവൻ്റെ ദേഹത്ത് കറണ്ട് അടുപ്പിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ നോർമലായിട്ടുള്ള പയ്യനായിരുന്നു, അവൻ്റെ ദേഹത്തേക്ക് ഈ ടോണിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു പവർ കൊടുത്ത് അവനെ പവറുള്ളൊരു പയ്യനാക്കി മാറ്റിയത്. അങ്ങനെ അവൻ്റെ ഇഷ്ടമില്ലാതെ തന്നെ ടോണിയാണെങ്കിൽ അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ് അവന് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടോണി പറയുന്നുണ്ട്, നീയാണെങ്കിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ വില്ലി ടോണിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ച് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ വില്ലി പറയുന്നുണ്ട്, ശരി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ചാർലിനെ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരുമെന്ന്. അത് കേൾക്കുമ്പോൾ ടോണിയാണെങ്കിൽ ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ നീയാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസുമായിട്ടായിരിക്കും വരുന്നത് എന്നിങ്ങനെ വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നോർത്തിനെയും പിന്നെ സോണിക്കിനെയാണ്. അവരിപ്പോൾ നമ്മുടെ അലൻ്റെ ആ ഒരു ഗ്യാരേജിൽ ദൂരെയായിട്ട് രണ്ടറ്റത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയമാണ് അലൻ കയറി വരുന്നത്. അലൻ കയറി വരുമ്പോൾ തന്നെ രണ്ടും തമ്മിൽ വഴക്കിട്ടെന്തോ മാറിയിരിക്കുമ്പോഴാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് രണ്ടുപേരും കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പറയുന്നുണ്ട്, ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. എന്നിട്ട് അവർ രണ്ടുപേർത്തും കൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണോന്ന്. ആ സമയം സോണിക്ക് ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്ന അവനാണ്, അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുമില്ല, എന്നെ അവൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നും പറയുമ്പോൾ നോർത്താണെങ്കിൽ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ ആരെ അവോയ്ഡ് ചെയ്യുന്നില്ല, ഞാനാണെങ്കിൽ എൻ്റെ ട്രെയിനിങ് ചെയ്യുവാണെന്ന്. ആ സമയം അലനാണെങ്കിൽ എൻ്റെ പൊന്നോ രണ്ടും കൂടെ പിള്ളേരെ പോലെ അടിയുണ്ടാക്കുന്നത് നിർത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അലനാണെങ്കിൽ സോണിക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ജെഫിനെ കണ്ടോ, ജെഫ് ഡീനിൻ്റെ കൂടെ എങ്ങാനും ഏതെങ്കിലും കാറ് ശരിയാക്കിക്കൊണ്ട് നിൽക്കുവാണോ എന്ന്. ആ സമയം സോണിക്ക് ഇല്ല ഞാൻ ജെഫിനെ കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ജെഫാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണല്ലോ, അവൻ എങ്ങോട്ടായിരിക്കും പോയെന്ന്. ആ സമയം ഡീൻ വന്നിട്ട് ഇന്ന് ട്രെയിനിങ്ങിന് ബേ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അലൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ചാർലി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം
അലനാണെങ്കിൽ അറിയത്തില്ല, അവനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നോർത്ത് പറയുന്നുണ്ട് ബേബി വന്നില്ലെങ്കിൽ ചാർലി വരാൻ ചാൻസ് ഇല്ലാന്ന്. ഡീനപ്പോൾ ഞാൻ വിളിച്ചു നോക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ അവൻ വിളിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഡീൻ അങ്ങനെ അവൻ്റെ ഫോൺ ഇങ്ങനെ എടുക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചാർലിയും ജെഫും കൂടെ വരുന്നത്. അലൻ അങ്ങനെ എങ്കിൽ വാ നമുക്ക് ട്രെയിനിങ് ചെയ്യാം എന്ന് പറയുന്നതും ചാർലി ആണെങ്കിൽ അല്ല, ഞാൻ ട്രെയിനിങ്ങിനല്ല വന്നത്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ ഞാനാണെങ്കിൽ ഈ റേസിംഗ് ടീമിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അലൻ എന്ത് പറ്റി, നീയും ബേബിയും തമ്മിലുള്ള പ്രശ്നമൊന്നും തീർന്നില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ടാവുന്നു, ഇപ്പം എന്താ പറ്റിയത്, ഇതിലെന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചാർലി ഇത് ഞാനും ബേബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊന്നുമല്ല, അത് പിന്നെ ലാബിൽ മരുന്ന് കണ്ടുപിടിക്കണമല്ലോ പവർ നശിപ്പിക്കാനുള്ള, അതിൻ്റെ ആ ഒരു വർക്കിലേക്ക് ഞാൻ മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് റേസിംഗ് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യുവാണെന്ന് പറയുമ്പോൾ അലൻ പറയുന്നുണ്ട് ഈ ഒരു സീസണിൽ റേസിംഗ് കഴിയുന്നവരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇതൊരു ടീമായിട്ട് ചെയ്യേണ്ട കാര്യമില്ലേ, നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ആ സമയം ചാർലി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ലാബിലെ വർക്കും റേസിൻ്റെ കാര്യം എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നാൽ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ റിസൈൻ ചെയ്യുവാണ്, പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അലനപ്പോൾ എങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അലന് ദേഷ്യം വരുന്നതുകൊണ്ട് തന്നെ അവനവിടെ നടന്നു പോവുകയാണ്. അടുത്ത് ചാർലീനെ കാണിക്കുമ്പോൾ അവനവൻ്റെ വീട്ടിൽ ഗ്രോസറി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ടൈമിനാണ് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോൾ ജെഫായിരുന്നു. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുന്നതും ജെഫ് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ആ ഒരു ഗ്യാരേജ് വിട്ട് പോയത്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഞാനാണെങ്കിൽ അലനെ ഇത്രയും ദേഷ്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോൾ അവിടെ ഗ്യാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് സൈലൻ്റ് ആണ്, എന്തോ പോലെയുണ്ട്, നിനക്കൊന്ന് തിരിച്ചു വന്നൂടെ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ചാർലി അപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ മൂഡ് ഇപ്പോൾ ശരിയാണോ അല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും തിരിച്ചു വരാൻ പറ്റത്തില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ആ റേസ് കഴിഞ്ഞപ്പോഴത്തേക്കും വില്ലീനെ ഒന്ന് ഫോളോ ചെയ്തായിരുന്നു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവൻ എന്തോ ഒരു പവർ ഉണ്ട്, പക്ഷേ ആ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ജെഫ് അപ്പോൾ മുമ്പ് ബേബെ ഗസ് ചെയ്ത പോലെ തന്നെ വില്ലിക്ക് ശരിക്കും ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ, അപ്പോൾ ഇനിയെങ്കിലും ബേബയുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അതത്ര എളുപ്പത്തിലൊന്നും ചെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം വില്ലീനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തത് ടോണിയാണ് വില്ലീനെ പറഞ്ഞയച്ചത്, അവർക്ക് വേണ്ടത് എന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജെഫ് വീണ്ടും ടോണി എന്നെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്, അയാൾക്ക് എന്താ ശരിക്കും വേണ്ടത്, അല്ലെങ്കിൽ തന്നെ മുമ്പ് അയാൾക്ക് ബേബേനായിരുന്നില്ലേ വേണ്ടത്, ഇപ്പം എന്തിനാ അയാൾക്ക് നിന്നെ ആവശ്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചാർലി പറയുന്നുണ്ട് ഒരുപക്ഷെ അയാൾക്ക് വേണ്ടത് എൻ്റെ പവർ ആയിരിക്കും, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് എന്നെ കൊണ്ട് വേറെ ആവശ്യമൊന്നും അയാൾക്കില്ല, ശരിക്കും എന്താണ് സംഭവമെന്നും നേരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം ജെഫ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ നീയാണെങ്കിൽ ബേബയുമായിട്ട് ഇപ്പോഴും കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാത്തത്, ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ബാക്കിയുള്ളവരെ അപകടത്തിലാക്കണമെന്ന് കരുതിയിട്ടാണോ നീയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ടീമിൽ നിന്നും റിസൈൻ ചെയ്ത് ബേബയുമായിട്ട് ഒന്നിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, നിനക്ക് ഒറ്റയ്ക്കെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇനി അഥവാ എല്ലാം നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിച്ചു നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ, ഇനി നിനക്കെന്തെങ്കിലും സംഭവിച്ചെങ്കിലും ടോണിയാണെങ്കിൽ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാൻ നിർത്തുമെന്ന് എന്താ ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് ചാർലിക്ക് കറക്റ്റ് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പീറ്റിനെയാണ്. പീറ്റ് ഇപ്പോൾ കെൻറ്റേനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. കെൻറ്റേനെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന കിമ്മാണ്. അങ്ങനെ കെൻറ്റയും പീറ്റും സംസാരിക്കുമ്പോൾ ഇവരുടെ സംസാര വിഷയമായിട്ട് പറഞ്ഞ ക്രിസ്സാണ്. കാരണം പീറ്റും ക്രിസ്സും ഒരുമിച്ച് ഇരിക്കുന്നത് നമ്മുടെ കെൻറ്റ കണ്ടതാണ്. കെൻറ്റയ്ക്ക് പീറ്റിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവന് ഇഷ്ടപ്പെട്ടതല്ല. അതേ ടൈമിന് കെൻറ്റയ്ക്ക് ക്രിസ്സിന് ഡൗട്ടുണ്ട്, കാരണം ക്രിസ് എവിടെ നിന്ന് വന്ന പയ്യനാണ്, അവൻ്റെ ലക്ഷ്യം എന്താ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പീറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ നിനക്ക് ക്രിസ്സിനെ വിശ്വാസമില്ലേ, ഞാൻ ഒരിക്കലും ക്രിസ്സിനെ വേക്ക് പകരമായിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആക്കാൻ നോക്കുമോ, അങ്ങനെ ഒന്നുമല്ല, പക്ഷേ ക്രിസ്സിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കെൻറ്റ അത് കേൾക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം കെൻറ്റയുടെ അടുത്ത് പീറ്റ് പറയുന്നുണ്ട് നീ എനിക്ക് അന്നൊരു ഹാർഡ് ഡിസ്ക് തന്നില്ല, അതിലുള്ള ഇൻഫർമേഷനെല്ലാം ഞാൻ കണ്ടുപിടിച്ചു, അതിൽ ഒരു പയ്യനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു അത്ലറ്റ് ആയിരുന്നൊരു പയ്യനാണ്, അവൻ്റെ പേര് കവിൻ എന്നാണ്. കവിന് എന്തോ ഒരു അപകടം പറ്റിയപ്പോൾ പിന്നീട് സ്പോർട്സിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി, ആ ഇടയ്ക്കാണ് അവനെ മിസ്സിങ് ആയത്. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കവിനെ അന്വേഷിക്കുകയും പോലീസിന് കേസ് കൊടുക്കുകയും ചെയ്തെങ്കിലും അവൻ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു ദിവസമാണ് കവിൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എന്നാൽ വന്ന ടൈമിന് അവന് മെൻ്റലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. കെൻറ്റ അത് കേൾക്കുമ്പോൾ കവിനെ ടോണി കൊണ്ടുപോയിട്ട് അവന് പവർ കൊടുക്കാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, മിക്കവാറും ടോണി അവനിൽ വല്ല എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്, ഇല്ലെങ്കിൽ കവിനിപ്പോൾ ഈ സിറ്റുവേഷനിലാവത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ട് കെൻറ്റ ഓക്കെ ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയാണ്. അതിനുശേഷം പീറ്റ് കാറും എടുത്ത് പോകുന്നുണ്ട്. കിം ഇത്രയും നേരം കാറിൽ ഇരിക്കുമായിരുന്നു. പീറ്റ് പോയി കഴിഞ്ഞതും കിം ഇറങ്ങി വന്നിട്ട് കെൻറ്റയുടെ അടുത്ത് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീയും പീറ്റും തമ്മിൽ എന്തെങ്കിലും വഴക്കായോ എന്ന് ചോദിക്കുമ്പോൾ കെൻറ്റ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ചാർലി ആണെങ്കിൽ അവനും ബേബയും ഒരുമിച്ച്
താമസിച്ചിരുന്ന നമ്മുടെ ബേബിയുടെ വീട്ടിലേക്ക് വരുന്നതാണ് അവൻ്റെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ അവനാണെങ്കിൽ ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്കും ബേബി പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് ടൈം വേണമെന്നല്ലേ പറയുന്നത്, അതിനെന്തിനാണ് എന്നെ വിട്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നത്, നീ ശരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചാർലി, അറ്റ്ലീസ്റ്റ് കറക്റ്റായിട്ട് ഒരു റീസൺ തന്നിട്ട് പോകാൻ പറയുന്നുണ്ട്. ആ സമയം ചാർലി അതിനെക്കുറിച്ച് സംസാരിക്കാതെ ബേബിയുടെ അടുത്ത്, നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, പിന്നെ നിൻ്റെ പ്രാക്ടീസിൻ്റെ കാര്യങ്ങളും ടൈമിങ്ങും എല്ലാം ഞാൻ കലണ്ടറിൽ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ പോയെന്ന് എഴുതിയിട്ട് കുറേ ഡ്രിങ്ക് ഒന്നും ചെയ്തേക്കരുത്, രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിൻ്റെ അടുത്ത് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ബേബിയാണെങ്കിൽ ചാർലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എന്തിനാ എന്നെ ഇട്ടിട്ട് പോകുന്നതെന്ന്. ആ സമയം ചാർലി, നമ്മളാണെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് നിൽക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ചാർലി പോകാൻ നിൽക്കുന്ന സമയത്ത് ബേബി അവൻ ഹഗ് ചെയ്തുകൊണ്ട് കരയുവാണ്, എന്നിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം ചാർലി, എനിക്ക് ഇതിനെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇനി മുമ്പത്തെ പോലെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങാണ്. എന്നാൽ ബേബി വിടുന്നില്ല. വീണ്ടും ഹഗ് ചെയ്യുമ്പോൾ ചാർലി ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ബേബി കുറേ നേരം നിന്ന് കരയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് കെൻറ്റയും കിമ്മും നേരത്തെ പീറ്റു കൊടുത്ത ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ടോണി എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്ത കവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ അന്വേഷിച്ച് വരാണ്. അങ്ങനെ അവൻ്റെ വീടുള്ള ആ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഒരിടത്തെത്തിയിട്ട് അവിടെ താമസിക്കുന്ന ഒരു ലേഡിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഒരു കവിൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാമോന്ന്. ആ സമയം ലേഡി ദേ ഈ കാണുന്ന വീട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കവിൻ ഓൾറെഡി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ മെൻ്റലി കുറച്ച് ഇഷ്യൂ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് കവിനാണെങ്കിൽ പേടിച്ചിട്ട് ഓടുവാണ്. ഇവർ രണ്ടുപേരും സാറോ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ കവിൻ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും അയാളെ കവർ ചെയ്ത് പിടിക്കാനുള്ള സിറ്റുവേഷൻ ആവുകയാണ്. എന്നാൽ അയാൾ പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്, നിങ്ങളെ അയച്ചത് അവരല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇയാളാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്, ഒന്ന് സമാധാനിക്കുകയും ഞങ്ങൾക്ക് നിങ്ങളടുത്ത് സംസാരിക്കാനാണുള്ളതെന്ന്. എന്നാൽ പേടിച്ചിട്ട് കവിനാണെങ്കിൽ വീണ്ടും ഒരു തടി കഷ്ണമൊക്കെ എടുത്തിട്ട് ഇവരെ അത് വെച്ചിട്ട് അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയം അയാൾ പെട്ടെന്ന് കെൻറ്റേനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും കിമ്മു വന്നിട്ട് പെട്ടെന്ന് കെൻറ്റേനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ സമയം അവർ തമ്മിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ആ ഫൈറ്റിലേക്ക് തിരിച്ച് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമല്ലായിരുന്നോ എന്ന്. ആ സമയം അയാൾ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, അവരാണെങ്കിൽ എന്നെ പൂട്ടി വെച്ചു, കത്തി അടിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് കിമ്മ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന്. ആ സമയം അയാളാണെങ്കിൽ പേടിച്ച് അത് ഏതൊരു ബിൽഡിംഗ് ആയിരുന്നു, ഡീമൺ സ്നേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇവർക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ ഇവരുടെ പിടിയിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ആ സമയം കിമ്മ് കെൻറ്റയുടെ അടുത്ത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കെൻറ്റ പറയുന്നുണ്ട്, അയാൾ ആ ഡീമൺ സ്നേക്ക് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലനെയാണ്. അലൻ്റെ ഗാരേജിൽ ഇപ്പോൾ അലനാണെങ്കിൽ ബേബിയായിട്ട് വന്നിട്ട് ജെഫിനെയും ഡീനിനെയും സോണിക്കിനെയും നോർത്തിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെ ഒരുമിച്ചൊന്ന് വന്ന് നിൽക്കാനായിട്ട് പറയാണ്. ആ സമയം സോണിക്ക് ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും വീണ്ടും നമ്മുടെ ടീമിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയോന്ന്. ആ സമയം അലൻ, ഇല്ല ചാർലി മാത്രമേ പോയിട്ടുള്ളൂ, ഞാനിപ്പോൾ നിങ്ങളെല്ലാം വിളിച്ചത് ചാർലിക്ക് പകരമായിട്ട് ഇനി റേസിൽ മത്സരിക്കാൻ പോകുന്ന ഡീനാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഡീനാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. നോർത്താണെങ്കിൽ ഞാൻ റെഡി, എനിക്കിത് സമ്മതമാണ്, കാരണം ഡീൻ ഓൾറെഡി എൻ്റെ സ്ഥാനത്ത് കയറേണ്ട ഒരു പയ്യനായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈം ബേബിയും പറയുന്നുണ്ട്, എനിക്ക് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലെന്ന്. ആ സമയം അലൻ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും തീരുമാനം പറയണമെങ്കിൽ ഡീൻ പറയട്ടെ എന്ന്. ഡീൻ ആ സമയം, നിങ്ങൾക്ക് എനിക്കങ്ങനെ ഒരു ചാൻസ് തരണമെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം നന്നായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലനാണെങ്കിൽ നോർത്തിനെയും ഡീനെയും നമുക്ക് റേസിൻ്റെ കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതേസമയം ജെഫ് ആണെങ്കിൽ ബേബിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബേബിക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെഫ് മറ്റൊരിടത്തേക്ക് ചെന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ബേബി അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജെഫ് അപ്പോൾ, ഞാനെന്തിനാണ് നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ബേബി, എക്സാക്ട്ലി അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നീ എന്താ എൻ്റെ അടുത്തുനിന്ന് മറച്ചു പിടിക്കുന്നത്, എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്, നീയും ചാർലിയും തമ്മിൽ എന്തോ രഹസ്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെഫ് ആദ്യം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയാമെന്ന് തീരുമാനിച്ച് അവൻ ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ആക്ച്വലി നിൻ്റെ അടുത്ത് പറയേണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ തന്നെയാണ്, പക്ഷേ നീ ഇതറിയണം, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർലിയാണ് ടോണിയുടെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ടോണി ചാർലീനെ കിട്ടാനായിട്ട് ബാക്കി നമ്മളെല്ലാവരെയും കൊല്ലാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ബേബി ഒന്ന് ഷോക്കാവുകയാണ്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ചാർലി അവൻ്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ആ ഒരു ടൈമിന് ആരോ ഒന്ന് ഡോറിൽ നോക്കിയുന്നുണ്ട്. ജെഫ് ആയിരിക്കുന്നു കരുതിയിട്ട് ജെഫ് ഡോർ ലോക്ക്ഡ് അല്ല, നീ കയറി വന്നോളാൻ പറയുന്നുണ്ട്. എന്നാൽ കയറി വരുന്ന ബേബി ആയിരുന്നു. കാരണം ജെഫ് സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. അങ്ങനെ പെട്ടെന്ന് ബേബിനെ കാണുമ്പോൾ ചാർലി ഷോക്കായിട്ട്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബേബി അപ്പോൾ ടോണി കാരണമാണല്ലേ നീ എൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കാൻ തീരുമാനിച്ചത്, ഞാൻ മരിച്ചു പോകുന്നു കരുതിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനൊരു ആവശ്യമില്ല, കാരണം ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചാർലി ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയാവും
മനസ്സിലാവുന്നില്ല. അവൻ സൈലൻ്റായിട്ട് ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേബി ചെന്നിട്ട് ചാർലിയുമായിട്ട് റൊമാൻറ്റിക് ആകുമ്പോഴത്തേക്കും ചാർലി പറയുന്നുണ്ട് അത് വർക്കാവാനൊന്നും പോകുന്നില്ല എന്ന്. എന്നാൽ ബേബി വീണ്ടും റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ചാർലി അവനെ പതുക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബേബിക്ക് ആ സമയം നല്ല സങ്കടം വരുന്നുണ്ട്. എന്നാൽ അവനത് പുറത്ത് കാണിക്കുന്നില്ല. അതേ ടൈമിന് തന്നെ ചാർലി ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് പരസ്പരം അവരിട്ട് കൊടുത്ത മോതിരങ്ങൾ, അതിൽ ചാർലിയുടെ മോതിരം ബേബിക്ക് ഊരി കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബേബി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ ടേബിളിൽ വെച്ചിട്ട് ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇട്ടാൽ മതി, എന്തായാലും ഞാനിതിവിടെ വച്ചേക്കാം, പിന്നെ ഞാൻ ഇന്ന് രാത്രി തിരിച്ച് വീട്ടിൽ പോകുന്നില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അലനെയും ജെഫിനെയാണ്. അലനിപ്പോൾ ഡോക്ടറിനെ കാണാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ സമയം അലൻ ടെൻഷനായിട്ടിരിക്കുന്നതാണ്. ബോ ജെഫ് ഞാൻ കൂട്ടിന് വരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അലൻ വേണ്ട ഞാൻ ഉടനെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ജെഫ് തിരിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ അവനെന്ത് ഇല്യൂഷൻ പോലെ വരാണ്. അതായത് അവൻ്റെ മുന്നിൽ കൂടെ മറ്റൊരു ജെഫും അലനും നടന്നു പോകുന്ന പോലെ, അതായത് അവരുടെ ലൈഫിൽ ഇടയ്ക്ക് നടന്ന ഇൻസിഡൻസ് ആയിരിക്കും അവൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ അവന് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഒരുമാതിരിയായിട്ട് അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരാണ്. അടുത്ത് ചാർലീനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ബേബി തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, ചാർലിയുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ചാർലി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേബി കുളിച്ചിട്ട് വരാണ്. വന്നുടനെ തന്നെ ചാർലിയുമായിട്ട് റൊമാൻറ്റിക് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ബേബി കാണുന്നുണ്ട് ബേബി അവിടെ വെച്ചിട്ട് പോയ ആ ഒരു മോതിരം ചാർലി ഇതിലായിട്ട് എടുത്തിട്ടില്ല എന്നും. ആ ടൈമിൽ ചാർലി ആണെങ്കിൽ ബേബിയുടെ അടുത്ത് നീങ്ങിയിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ബേബി ആ സമയം ചാർലിയുടെ അടുത്ത് എൻ്റെ മുടി ഒന്ന് ഡ്രൈ ചെയ്ത് തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചാർലി നീ പോയി ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ ബേബി നിർബന്ധിക്കുമ്പോഴത്തേക്കും ചാർലി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ബേബിക്ക് ചാർലിനെ കിസ് ചെയ്തിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്യുകയാണ്. ഇതേ ടൈമിന് ജെഫാണെങ്കിൽ ചാർലിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ചാർലി കാണുന്നില്ല. ജെഫിനെ കാണിക്കുകയാണെങ്കിൽ അവൻ നേരത്തെ ഉണ്ടായ ആ ഒരു ഇല്യൂഷൻ സംഭവം ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ തല കറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ കാർ ഓട്ടിച്ച് എങ്ങോട്ടേക്ക് പോവുകയാണ്. ചാർലിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ അലനെ വിളിക്കുന്നുണ്ട്. അലനാണെങ്കിൽ ജെഫിൻ്റെ കോള് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ ഡോക്ടറുമായിട്ട് റൂമിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവനും കോൾ എടുക്കാൻ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജെഫ് ഹോസ്പിറ്റലിലായിരിക്കുന്നതാണ്. അവന് ബോധം വരുന്ന ടൈമിൽ പെട്ടെന്ന് അലനാണെങ്കിൽ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജെഫ് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അലൻ പറയുന്നുണ്ട് നിൻ്റെ കാർ ആക്സിഡൻ്റായി ബാക്കി തിരിഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്ന്. അതേസമയം ജെഫിന് ബോധം വരുന്നതും വെയിറ്റ് ചെയ്ത് അപ്പുറത്ത് റൂമിൽ ഇരുന്ന ചാർലിയും ബേബിയും കൂടെ നേരെ അങ്ങോട്ടേക്ക് വന്നിട്ട് ജെഫിൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജെഫ് ആദ്യമൊന്നും ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നിട്ട് അവൻ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും രണ്ടായിട്ടാണ് കാണുന്നതെന്ന്. അലനപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചാർലിക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ജെഫിൻ്റെ പവറിൻ്റെ സൈഡ് എഫക്റ്റാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതിനുശേഷം ബേബിയും ചാർലിയും അലനും കൂടെ ആയിട്ട് ജെഫിനെ അവിടെ റൂമിൽ കിടത്തിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ബേബി പറയുന്നുണ്ട് ജെഫിൻ്റെ സിറ്റുവേഷൻ ഇത്രയും മോശമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന്. അലൻ ആ സമയം ചാർലിയുടെ അടുത്ത് നീയാണെങ്കിൽ ആ പവർ നശിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എത്രയും പെട്ടെന്ന് നീ കണ്ടുപിടിക്കുമെന്നും അത് വർക്കാക്കാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അലനാണെങ്കിൽ അവൻ്റെ കഴുത്ത് വേദനിക്കുകയാണ്. അവൻ നേരത്തെ ഡോക്ടറിനെ പോയി കണ്ടത് തന്നെ അവൻ്റെ കഴുത്തിൽ എന്തോ ഒരു സ്പൈനൽ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ അലൻ്റെ കഴുത്ത് വേദനിക്കുന്നുണ്ടിട്ട് ബേബി ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ, എന്ത് പറ്റുന്നതിനും പ്രശ്നമുണ്ടോ, നീ ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ. ആ സമയം അലൻ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി, എൻ്റെ കഴുത്തിൽ ഒരു സ്പൈനൽ കംപ്രഷനായിട്ട് ഇരിക്കുവാണ്, ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചാർലിയും ബേബിയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. ബേബി അലൻ്റെ അടുത്ത് നീയും ഇത്രയും സീരിയസ് കണ്ടീഷനിലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ സർജറി ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ അതെന്താ നീ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുമ്പോൾ അലൻ പറയുന്നുണ്ട് ഇല്ല ജെഫാണ് ഇപ്പോൾ ഏറ്റവും വലിയ കഷ്ടത്തിൽ കിടക്കുന്നത്, അവനെ ഇട്ടിട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറാവത്തില്ല, പിന്നെ ഞാൻ ഇപ്പോൾ സർജറി ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ജെഫിനെ ഇട്ടിട്ട് പോകണം, നിങ്ങളെ ഇട്ടിട്ട് പോകണം, X100 ടീമിനെ ഇട്ടിട്ട് പോകണം, അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത്രയും കാലം തന്നെ നിങ്ങളെ എനിക്ക് നേരെ നോക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി പറയാണ് നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഈ സിറ്റുവേഷനിൽ പോലും എത്തത്തില്ലായിരുന്നു, അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്ന നിർത്ത്, നീ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇതുവരെ എത്തിയത് തന്നെ, ഇപ്പോഴും നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ചാർലി ആണെങ്കിൽ ആരും ജെഫിൻ്റെ റൂമിൽ ഇല്ലാത്ത ടൈമിന് അങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ്. ചാർലിയുടെ പവർ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, മറ്റുള്ളവരുടെ പവർ അവൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താ ചാർലി തീരുമാനിച്ചുറപ്പിച്ച് പോയതാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ഇനിയിപ്പോൾ ജെഫിനായിട്ട് ഈ പവർ കാരണം കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. ചാർലി ആണെങ്കിൽ ജെഫിൻ്റെ കൈ പിടിച്ചിട്ട് ജെഫിൻ്റെ പവറെല്ലാം അവൻ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ജെഫിന് ബോധം വന്നിട്ട് ചാർലിയുടെ അടുത്ത് ചാർലി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടണ്ട എന്ന് പറയുന്നുണ്ട്. ജെഫ് ആ സമയം ചാർലി വേണ്ട നിർത്തുമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ജെഫിൻ്റെ ബോധം പോവാണ്. അപ്പോൾ തന്നെ ചാർലിയുടെ ബോധം പോയിട്ട് അവനും താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് ബൈ.